ഇപ്പോൾ നല്ല മഴക്കാലമല്ലേ? അപ്പോൾ ഈ മഴക്കാലത്ത് വീട്ടിലേക്ക് ക്ഷണിക്കാതെ കയറി വന്ന ഒരു അതിഥിയാണ് പാമ്പ്. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നതാണ് ഈ പാമ്പ്. കണ്ടില്ലേ, ആ വെള്ളപ്പൊക്കത്തിൽ ദേ ആറിൻ്റെ സൈഡിൽ നിന്ന് കയറി വീട്ടിൻ്റെ അകത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് ഓടിക്കുന്നതിനുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമായപ്പോൾ നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നവിടെ ഒരുപാട് സ്ഥലം കാണും അല്ലേ. അതുപോലെ ആറ്റിൻ്റെ തീരം നല്ല തണുപ്പൊക്കെ അടിച്ച് കിടക്കുമ്പോഴത്തേക്ക് പാമ്പൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ഒന്നും അങ്ങോട്ടൊന്നും ഇറക്കി വിടുക ഒന്നും ചെയ്യരുത്. അപ്പോൾ ദേ ഇതുപോലെ ആറിൻ്റെ തീരമാണ്, അവിടെ ഇങ്ങനെ കാടൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അന്നപ്പോഴത്തേ അതിലെ കൂടെ നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. കാര്യം വെള്ളപ്പൊക്കത്തിൽ വന്ന് ഒരുപാട് അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കയറി വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇഴജന്തുക്കളൊന്നും നമ്മുടെ വീടിനുള്ളിൽ കയറി വരത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയും 2 വെളുത്തുള്ളിയുമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ അത് എനിക്കൊരു റബ്ബർ തോട്ടത്തിലെ തൊഴിലാളികൾ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വെളുത്തുള്ളി നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പാമ്പിനെ തുരത്താൻ നല്ലതാണ്. വീടിൻ്റെ പരിസരങ്ങളെല്ലാം ചതച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യാറുമുണ്ട് അല്ലേ. പക്ഷേ സവാള അങ്ങനെ ആരും ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ സവാളയും കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു ടിപ്പാണ്, വളരെ നല്ലതാണ്. എനിക്ക് വെളുത്തുള്ളിയെക്കാട്ട് നല്ല യൂസ്ഫുൾ ആയിപ്പോയി തോന്നിയത് സവാളയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പാമ്പ് ഇങ്ങനെ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കയറി വന്ന് കുട്ടി ഇറങ്ങിപ്പോയപ്പോഴാണ് കണ്ടത്. കയറിയപ്പോൾ ഇങ്ങനെ സവാള ഒന്ന് അവർ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് ഞാൻ ഇതുപോലെ ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് വന്നത്. അത് ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ പരിസരത്തൊന്നും കണ്ടിട്ടേ ഇല്ല അതിനെ കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ എങ്ങാനും കയറി വരുന്നുണ്ടെങ്കിൽ, മഴക്കാലമൊക്കെ ആയത് കാരണം ഒത്തിരി കൂടുതലായിരിക്കും കയറി വരികയൊക്കെ ചെയ്യും, ഉറപ്പാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങളൊന്ന് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ഞാൻ ആ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു സവാളയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകോ ഒന്നും വേണ്ട. നമുക്ക് ആ തൊലിയോട് കൂടി വേണേൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ സാധാ രീതിയിൽ നമ്മളിങ്ങനെ തൊലി കളഞ്ഞിട്ടാണേലും അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഞാനൊരു ബക്കറ്റിലേക്കാണ് മാറ്റുന്നത്. എനിക്ക് ആ വീട് പരിസരം ഫുള്ളിങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആ റൂമിൻ്റെ ഒക്കെ ആ പരിസരം ചുറ്റും വീട് ചുറ്റും ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇച്ചിരി കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കാട് ഇതൊക്കെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാട് പോലെ പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഏറെ എടുത്തതിന് ശേഷം അരച്ചിട്ട് സവാള എടുത്ത് അരച്ചതിന് ശേഷം ഒന്നുകൊണ്ട് എല്ലായിടും ഒഴിച്ചിടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിൽ കൊണ്ട് ഒഴിച്ചിടുക, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ടാൽ ചിലപ്പോൾ അത് ഒഴിച്ചു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതേ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ വിനാഗിരി, ഈ വിനാഗിരിയുടെ ആ പുളിപ്പ് ഇതൊക്കെ മണമൊന്നും ഇത് ഇഴജന്തുക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ പല്ലി, പാറ്റ അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഇത് നമുക്ക് വീടിനുള്ളിലാണെങ്കിലും പല്ലീനെയും പാറ്റാനെ തുരത്താനും ഒക്കെ നല്ലോണം സ്പ്രേ ചെയ്തിട്ടാൽ മതി. പക്ഷേ നിങ്ങളിത് വീടിനുള്ളിലാണ് പല്ലീനെയും പാറ്റാനെ തുരത്താനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് പൗഡറും കൂടെ ചേർക്കുക. എന്ന് വെച്ചാൽ ഈ സവാളയ്ക്ക് ഒരു മണമല്ലേ, ആ സ്മെല്ല് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോഴത്തേക്ക് ആ മണമൊക്കെ നമ്മുടെ പെരയ്ക്കകത്ത് വീട്ടിൽ ആരെങ്കിലും കയറി വരുന്നവർക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ബോറാവും. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അത് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ പരിസരങ്ങളിൽ ഒഴിക്കുമ്പോൾ നിങ്ങളത് പൗഡറൊന്നും ഇടേണ്ട കാര്യമില്ല, പകരം ഇങ്ങനെ തന്നെ കൊണ്ടൊഴിക്കുക കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ബാക്ക് ഭാഗമാണിത്, ആറിൻ്റെ തീരമാണിത്. ആ ഒരു സൈഡിലായിട്ട് ഈ ഒരു പൊത്തിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് അങ്ങനെ അധികം ഒന്നും ഇറങ്ങി പോകുന്നൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാനായിട്ട് ഒന്ന് ഇറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഹോളൊക്കെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാര്യം ഇവിടെ നിന്നൊക്കെയാണല്ലോ ഇത് കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിൻ്റെ ആ തീരമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെയെല്ലാം ഇങ്ങനെ ഒന്ന് ഒഴിച്ചിടുക. അപ്പോൾ ഇതൊന്നും കയറി വരുത്തൊന്നുമില്ല. ഇത് നല്ല മഴയാണ് ഇവിടെ, മഴയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഈ ഹോളൊക്കെ കണ്ടില്ലേ, ഇതിലേക്കൊക്കെ ഒഴിച്ചിടുക. ഇതിനൊക്കെ കയറി എലിയെ പിടിക്കാനാണ് ഈ പാമ്പ് കൂടുതലും കയറി വരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ സന്ധ്യാസമയത്ത് ഇങ്ങനെ ചെയ്തിടുവാണ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്നും കയറി വരത്തില്ല. പരിസരങ്ങൾ ഇതിനൊരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ പരിസരങ്ങളിൽ നിന്ന് തന്നെ അത് ദൂരേക്ക് പോക്കോളും, പിന്നെ തിരിച്ച് കയറി വരത്തേ ഇല്ല കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഒറ്റ പ്രാവശ്യം അങ്ങനെ തന്നെ കണ്ടപ്പോൾ ഒഴിച്ചു, ആ വീടിന് ചുറ്റും ഒഴിക്കുകയും ചെയ്തു. അതുപോലെ ബാത്റൂമിൻ്റെ ആ സൈഡ് ഭാഗങ്ങളെല്ലാം കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് അവിടുന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭയങ്കര
നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് തന്നെ സ്മെല്ലടിച്ചിട്ട് അത് പോവുകയാണ് ചെയ്തത്. ഇത് കണ്ടില്ലേ, പിന്നെ ഈ കുറച്ച് ഈ കാട് കിളുത്ത് നിൽപ്പുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യിക്കാതെ നമ്മൾ മുതിർന്നവർ തന്നെ പോയി ചെയ്ത് ഇങ്ങനെ ഒഴിച്ചിട്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെയിലൊക്കെ ഉദിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം കുറച്ചൊന്ന് ഇങ്ങനെ അരച്ച് ഒഴിക്കുകയാണ് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വളരെ നല്ല റിസൾട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ കാണുകയും കൂടെ ചെയ്താലോ. അതുകൊണ്ട് ഈ മഴക്കാലത്തൊന്നും അധികം ആരും ഈ കാട് പിടിച്ച സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാതിരിക്കുക. അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.